ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോയാലോ. നമ്മുടെ എല്ലാ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും ദുഃഖവും എല്ലാം കടന്നു വരാറുണ്ട്. ഈ സന്തോഷത്തിനും ദുഃഖത്തിനും പുറമെ വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നവഗ്രഹത്തിന്റെ സ്വാധീന വലയത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും വിഷമവും അപ്രത്യക്ഷമായിട്ടുണ്ടാവുന്ന ആപത്തുകളും കൂടാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ കാര്യതടസ്സം അനുഭവപ്പെടുന്നതെല്ലാം ജീവിതത്തിന്റെ ഗൃഹപ്പിഴ മൂലമാണെന്ന് പറയാറുണ്ട്. ഈ ഗൃഹപ്പിഴ എന്ന് പറയുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹനിഷ്ഠ സ്ഥലത്തേക്കാണ് വരുന്നതെങ്കിലാണ് നമ്മൾ ഗൃഹപ്പിഴ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഗൃഹപ്പിഴ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഗൃഹപ്പിഴ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പരിഹാരമായിട്ട് പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായി നമ്മൾ ഏത് ഗ്രഹത്തിൻ്റെ മാറ്റം കൊണ്ടാണ് നമുക്ക് ദോഷം ഉണ്ടാവുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്താനുള്ള പ്രാർത്ഥനയും പൂജകളും വഴിപാടും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിലൂടെ നമുക്ക് ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനായി സാധിക്കും. രണ്ടാമതായിട്ട് ഏറ്റവും ലളിതമായി പറയുകയാണ്, ഈ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിലെ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പുഷ്പങ്ങളുണ്ട്. അത് നമ്മൾ ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ നവഗ്രഹ സ്തോത്രം കൂടി നമ്മൾ ജപിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഫലം ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഗ്രഹത്തിനുമുള്ള പുഷ്പങ്ങൾ ഏതാണെന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ 9 ഗ്രഹങ്ങളുണ്ട്. ഓരോ ഗ്രഹത്തിനും ഓരോ പുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാട്ടോ. അപ്പോൾ അതിനു മുന്നായിട്ട് നവഗ്രഹങ്ങൾ അറിയില്ലാത്തവർക്കായിട്ടാണ് ഒന്ന് പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഇനി ഇവയ്ക്കുള്ള പുഷ്പങ്ങളും കൂടി പറയാട്ടോ. സൂര്യനാണെങ്കിൽ കൂവളമാലയും ചുവന്ന താമരപ്പൂവാണ് കൊടുക്കുന്നത്. ചന്ദ്രനാണെങ്കിൽ വെള്ള താമരയാണ് അർപ്പിക്കുന്നത്. ചൊവ്വയാണെങ്കിൽ തെച്ചിപ്പൂവ് അല്ലെങ്കിൽ കടും ചുവപ്പ് നിറത്തിലുള്ള ഏതെങ്കിലും അമ്പലങ്ങളിൽ എടുക്കുന്ന പൂക്കൾ. ബുധനാണെങ്കിൽ തുളസിമാല, അതിൽ കൃഷ്ണ തുളസിയും രാമതുളസിയും ഉൾപ്പെടും. വ്യാഴം ചെമ്പകപ്പൂവ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള അമ്പലങ്ങളിൽ എടുക്കുന്ന രീതിയിലുള്ള പുഷ്പങ്ങൾ. ശുക്രഭഗവാനാണെങ്കിൽ മുല്ലപ്പൂവ് അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള മറ്റേതെങ്കിലും പുഷ്പം. ശനി ഭഗവാനാണെങ്കിൽ ശംഖുപുഷ്പം. രാഹു നാഗദന്തി പൂവ്. കേതുവാണെങ്കിൽ എരിക്കും പൂവാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവയെല്ലാം ആണ്. ഇതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതും ഉത്തമം തന്നെയാണ്. ഈ നവഗ്രഹ സ്തോത്രത്തിൻ്റെ ഒരു പ്രിൻ്റ് ഞാൻ ഇതിൻ്റെ ഒപ്പം ഞാൻ വെച്ചേക്കാം. എല്ലാവരും ഒന്ന് സൂം ചെയ്ത് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ബൈ ബൈ, സീ യു.